എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ്. തക്കാളി കറി എന്ന് പറയാൻ പറ്റില്ല, തക്കാളി വഴറ്റിയത്. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന സംഭവമാണിത്, പ്രത്യേകിച്ച് ടീച്ചർമാര്. ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണ്. നിങ്ങൾ പലരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കാം. എനിക്ക് പ്രിയപ്പെട്ടതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കറികളിലൊന്നാണിത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടു, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹീറോ എന്ന് പറയുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് നല്ലോണം ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. മുളക് കൂടി കുറച്ചിട്ടാൽ മതി, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വഴറ്റി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ തക്കാളിയുടെ പല വെറൈറ്റീസ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, വീണാസ് കറി വഴിയിലുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് തക്കാളി വഴറ്റിയത് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ തക്കാളി വാട്ടിയത് എന്ത് വേണമെങ്കിലും പറയാം, ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് റിയൽ ടേസ്റ്റ് കിട്ടുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാം തീ. ചൂടായതിനു ശേഷം നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കാനുണ്ട്. ഇതിലേക്ക് എൻ്റെ തെക്ക് ഭാഗത്തുള്ള ഫ്രണ്ട്സിനൊക്കെ സന്തോഷമായിക്കോട്ടെ. വീൺ ചേച്ചി കടുക് ഇടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് മനഃപൂർവ്വം ഇടാത്തതല്ല കേട്ടോ മക്കളെ. എൻ്റെ വീട്ടിൽ ചെയ്യുന്ന റെസിപ്പി അല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇടുന്നത് കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കടുക് ഇട്ട് കാണിച്ചു തരും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഡിഷസിൽ നമ്മുടെ നാട്ടിൽ കടുക് ഇടാറില്ല. പക്ഷേ ഈ റെസിപ്പിയിൽ അമ്മ കടുക് ഇടാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ മതി, വളരെ കുറച്ച് മാത്രം കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് പൊട്ടട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു വലിയ സവാള വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്, ഇതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി ഉണ്ട്, പക്ഷെ ഇഞ്ചി ഇല്ലേന്ന് വെച്ചാൽ ഇഞ്ചി ഇല്ല. അത്രയും കുറച്ച് മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ, ഒരുപാട് ഇഞ്ചി പാടില്ല കേട്ടോ. നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ പാടില്ല. ഇത് അതായത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാകും. ഈ സവാള നമ്മുടെ അമ്മ സ്പെഷ്യൽ മുട്ടക്കറിയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഇതൊക്കെ അമ്മ ഇപ്പോൾ ഞാൻ മുട്ടക്കറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു കറികളിലൊന്നാണിത് അമ്മയുടെ. അപ്പോൾ അമ്മായി, അതായത് അച്ഛൻ്റെ മൂത്ത പെങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ ഈ പറഞ്ഞ പോലെ വിളിച്ചു പറഞ്ഞു വരാനൊന്നും പറ്റില്ല. വരുമ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴേ അറിയുള്ളൂ അവർ വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ മാമനൊക്കെ വല്ലപ്പോഴൊക്കെ വരും, അതായത് അമ്മയുടെ ഹസ്ബൻഡ്. അപ്പം അച്ചുമാമൻ മാമൻ്റെ പേര്. അച്ചുമാമൻ വന്നിട്ട് യശോദയെ നിന്നെ തക്കാളി വഴറ്റിയതും ചെമ്മീൻ ചമ്മന്തി ഒന്നും ഉണ്ടാക്കി തന്നേ, എത്ര നാളായി ചേട്ടൻ കഴിച്ചിട്ടെന്ന് പറയും. ഇപ്പോഴും എനിക്ക് ആ സൗണ്ട് എൻ്റെ ചെവിയിലുണ്ട്. മാമന് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയുടെ ഫുഡൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡുകളൊന്നായിരുന്നു. അമ്മയുടെ ചെമ്മീൻ ചമ്മന്തി വളരെ നല്ലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ അമ്മ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമാണ്. അതിൻ്റെ എന്താ പറയുക, 100-1 അംശം മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നെനിക്കറിയാം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 വലിയ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പച്ചമുളകാണ് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ്, എരിവ് എന്ന് പറയുന്നത്. പച്ചമുളക് എരിവനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ 3 വലിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മുളക് പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ പച്ചമുളകാണ് ഇതിൻ്റെ ഹീറോ. തക്കാളി, പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ സവാള ഒന്ന് കടിക്കണം നമുക്ക്, മുട്ടക്കറിയിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെ. അതേസമയം ഈ സവാള വഴണ്ട് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി റോസ്റ്റ് ആയിട്ട് മാറും. തക്കാളി റോസ്റ്റിൻ്റെ ടേസ്റ്റ് ലിറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇതായിട്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമ്മുടെ സവാള നന്നായി വാടിയിട്ടുണ്ട്, ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക, വളരെ കുറച്ച് മാത്രം. കാരണം നമ്മൾ പച്ചമുളക് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരി നോക്കിയിട്ട് വേണം മുളക് പൊടി തീരുമാനിക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് വറ്റൽമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ പൊടികളൊന്നുമില്ല, ഇത്ര പൊടികൾ മാത്രമേ ഉള്ളൂ. ഇനി ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 വലിയ തക്കാളി, നല്ല പഴുത്ത് കൊടുത്തിട്ടുള്ള 3 വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഒരുപാട് പുളിയുള്ള തക്കാളിയല്ല, അത് ശ്രദ്ധിക്കുക. ഒരുപാട് പുളിയാണെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാൻ ഈസി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെയൊക്കെ വേറൊരു വേർഷൻ, കുക്ക് ചെയ്ത വേർഷനാണ് മാത്രം. അപ്പോൾ ഇതിന് പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. 3 വലിയ തക്കാളി കേട്ടോ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ സൂക്ഷിച്ചിടുക. ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലതാണ്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്. ഞാനിതൊക്കെ ചെയ്യാറുള്ളതാണ് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ.
ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കറികളിൽ ഒന്നാണിത്. നന്നായി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക, മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഹാഫ് ഡൺ ആയാൽ മതി. ഞാനിത് മൂടി തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എക്സ്ട്രാ കുറച്ചുള്ള വെള്ളം വറ്റിച്ചെടുക്കാം. ഇത്ര മതി. ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുള്ളൂ. ഓവറായിട്ട് ഇത് നമ്മുടെ തക്കാളി കുക്കാവാൻ പാടില്ല. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതായത് തക്കാളിയുടെ പകുതി വെന്ത തക്കാളിയും പകുതി വെന്ത സവാളയും പച്ചമുളകും അല്പം മാത്രം മുളക് പൊടിയും അല്പം മാത്രം ഇഞ്ചിയും, അതാണ് ഈ തക്കാളി വാട്ടിയത്. അപ്പോൾ പച്ചമുളക് മുന്നിട്ട് നിൽക്കണം. പച്ചമുളകിൻ്റെ ഒരു താല്പര്യം ഇല്ലാന്ന് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചോളൂ കേട്ടോ. പക്ഷെ അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാനിതിൻ്റെ രുചി ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ പാകമാണ്. ഞാനിതിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണൽ മാത്രമാണ്. അത് ഇടുമ്പോഴാണ് നമ്മുടെ കറിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നലാണ്. അതെൻ്റെ തോന്നലായിരിക്കും ചിലപ്പോൾ കേട്ടോ. മിക്കവാറും എന്നെ എല്ലാവരും തല്ലിക്കൊല്ലും. പിന്നെ ഇന്നലത്തെ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ലൈക്ക് അടിക്കാൻ പറയാറില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് പറയാത്തത്. എപ്പോഴെപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്ന അറിയാം. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. നമ്മളെ ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾക്കാർ മറക്കാറില്ല. പക്ഷെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തോളൂ. വെള്ളം ഒരുപാട് ഡ്രൈ ആവില്ല, എന്നാലും ജസ്റ്റ് കുറച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് പെരണ്ടിരിക്കുള്ളൂ കേട്ടോ. ഇതിലത്തെ തക്കാളിയുടെ വെള്ളം ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി വാട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മതി കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാണേ. അപ്പോൾ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് മാറും. ഞാൻ ഇതിൻ്റെ ഫൈനലി ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പൂണും ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇതുപോലത്തെ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെറ്റ് ഞാൻ ബുഡാപെസ്റ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കഴിഞ്ഞ വർഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്മൈലിംഗ് ഫേസ് ഒക്കെ വളരെ നല്ലതല്ലേ. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരും ഇവരുടെ ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. സാഡ് ഫേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദിവസത്തെ സാഡായിട്ട് പോകും. അതുകൊണ്ട് മാക്സിമം നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ, എപ്പോഴും ചിരിച്ചിരിക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അരെ വാ, എന്താ ടേസ്റ്റ്! വേറെ ഒന്നും വേണ്ട, ചോറിന് അടിപൊളിയുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് പറയല്ല, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്പം എന്താ ഒഴിച്ചു കൊടുക്കണം? ആസ് യൂഷ്വൽ നിങ്ങൾക്കിപ്പോൾ കാണാപ്പാടല്ലേ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ. വെളിച്ചെണ്ണ. ഗുഡ് ഗേൾസ്. അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുശാലായി. പിന്നെ വേറെ ഒന്നും വേണ്ട. നമ്മുടെ തക്കാളിക്ക് സന്തോഷമായിക്കോട്ടെ. ഇപ്പോഴാണ് അവർക്ക് സന്തോഷമായത് ശരിക്കും പറഞ്ഞത്. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ കൂടിയപ്പോൾ. ഇനി നമുക്ക് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ തക്കാളി വാട്ടിയത് ഇഡലി, ദോശ, ചോറ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. പക്ഷേ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാൻഡ്വിച്ച് ആയിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടും കഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ട. ഇതാണ് ഇപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ കാര്യവും അങ്ങനെ കുശാലായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? എൻ്റെ മക്കൾ കഴിക്കില്ലാന്നേ. ഞാനും മാത്രം കഴിക്കുള്ളൂ. അവർക്ക് വേണ്ടി ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഈ ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും നല്ല കറിയാണ്. കാരണം ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതേസമയം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുബൂസിൻ്റെ കൂടെ കഴിക്കട്ടെ നിങ്ങൾക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പിട്ടിരുന്ന എല്ലാ വീഡിയോസും കാണാൻ മറക്കരുത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തിരക്കായിരുന്നു, കുട്ടികൾക്ക് എക്സാം ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ കാണാൻ മറക്കരുതെന്ന് മാത്രം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പാവക്കറി വയ്ക്കണോ? ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുക കണ്ണൻകുട്ടി. ഉപ്പിട്ടോ? ഉപ്പിട്ടോ. ഇനി ഇളക്കിക്കോ. ഇത് ആരുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നേ? വീണാൻറ്റിയുടെ റെസിപ്പിയാണോ? വീണാൻറ്റിയുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണോ ഭാവി ഉണ്ടാക്കുന്നേ? ആണോ? ആണെങ്കിൽ ആണെന്ന് പറ. നല്ല ടേസ്റ്റ് അല്ലേ വീണാൻറ്റിയുടെ റെസിപ്പിയൊക്കെ? നല്ല ടേസ്റ്റ് ഉണ്ട്. വെന്താ തൊട്ട് നോക്ക്, കഴിച്ചു നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? കഴിച്ചു നോക്കിയ ഉപ്പും മുളകൊക്കെ ഉണ്ടാ? വീണാൻറ്റിയുടെ റെസിപ്പി അല്ലേ, എങ്ങനെ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുക അല്ലേ? മതി കഴിച്ച് ഇപ്പോഴേ കഴിച്ച് തീർക്കണ്ട. എണ്ണ ഇളക്ക്, മൂടി വെച്ച് വേവിക്കാൻ അങ്ങട്. വേഗാവട്ടെ, ഇളക്ക്. വേണമെങ്കിൽ ഇത്തിരി കൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തോ കേട്ടോ. കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തോ. ഒഴിച്ചോ. ഓക്കെ. ഇളക്കിയിട്ട് മൂടി വെച്ചോ കേട്ടോ. മൂടി വെച്ചോ. ആയ കറി.
ഓ ടോസ് ചെയ്യാ. ആ ആയല്ലേ, ഇറക്കി വെച്ചല്ലേ. സ്റ്റവ് ഓഫ് ചെയ്തോ ഇനി തീ ഓഫ് ചെയ്. ആ ഓക്കെ, ഗുഡ് ബൈ.